പ്രിയമുള്ളവരെ, ഇതൊരു പുതിയ ചാനലാണ്. ഹിന്ദുയിസം, അതിനെ അലങ്കരിക്കുന്ന അതിൻ്റെ വൈബ്രൻ്റ് കൾച്ചർ, ഇതെല്ലാം ചർച്ച ചെയ്യുക, അത് അറിയാത്തവർക്കായി അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്ന സതുദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന ഒരു ചാനലാണിത്. ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദു എന്ന് നമ്മൾ ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല. ഹിന്ദു വിശ്വാസങ്ങളെ, ഹിന്ദു ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ യുക്തിഭദ്രമായി അവതരിപ്പിക്കുക, പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടിയുണ്ട് ഈ ചാനലിന്. ആത്മീയ പാഠങ്ങൾ, പാരമ്പര്യം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ ഇനി ചർച്ച ചെയ്യും. ഭാരതത്തിൻ്റെ സംസ്കാരം, ഉത്സവങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഐതിഹ്യങ്ങൾ, കഥകൾ, നമ്മുടെ പൈതൃകങ്ങൾ, അങ്ങനെ എന്തും ചർച്ച ചെയ്യുക, പരിചയപ്പെടുത്തുക, ഇതൊക്കെയാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. പുതിയ തലമുറയ്ക്ക് അറിയാത്ത വളരെ കാര്യങ്ങളുണ്ട്. എന്തിനാണ് വീടുകളിൽ സന്ധ്യാദീപം തെളിയിക്കുന്നത്? എന്തിനാണ് നമുക്കൊരു പൂജാമുറി? എന്തിനാണ് നമ്മൾ പൊട്ടു തൊടുന്നത്? എന്തിനാണ് ആരതി ഒഴിയുന്നത്? എന്തിനാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത്? എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ. നിങ്ങളുടെ മക്കൾ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടാറുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്കിൽ ഇനി നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യൂ. ഇനി ഓരോ വീഡിയോയിലുമായി നമ്മൾ ഇതിനെല്ലാം ഉത്തരം തരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും ആരും മറക്കരുത്. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ എഴുതൂ. നമുക്ക് സംവദിച്ച് മുന്നോട്ട് പോകാം. എന്താണ് ഹിന്ദുയിസം? ഹിന്ദുയിസം ഒരു മതമല്ലെന്നും അതൊരു വേ ഓഫ് ലൈഫ് ആണെന്നുമാണ് പൊതുവെ പറയുന്നത്. മറ്റു മതങ്ങളെപ്പോലെ അല്ല ഹിന്ദുയിസം. ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് തന്നെ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള ഒന്നാണ്. ഇതൊരു മതമല്ല, മറിച്ചൊരു ധർമ്മമാണ്, സനാതന ധർമ്മം. കുറേ അധികം നാളുകളായി എന്താണ് സനാതനം എന്ന്, അല്ലെങ്കിൽ എന്താണ് സനാതന ധർമ്മം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഭാരതത്തിൽ ഉടനീളം വലിയ ചർച്ചകൾ തന്നെ നടക്കുകയുണ്ടായി. ഭഗവത്ഗീത പറയുന്നതനുസരിച്ചാണെങ്കിൽ സനാതനം എന്നാൽ അഗ്നി, ആയുധം, ജലം, വായു, അങ്ങനെ ഒന്നിനാലും നശിപ്പിക്കുവാൻ സാധ്യമല്ലാത്തതും എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളിൽ കുടിയിരിക്കുന്നതുമായ ഒന്നാണ്. ധർമ്മമോ? ധർമ്മം എന്നാൽ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുടെയും ആകത്തുകയായ വേ ഓഫ് ലൈഫാണ്. സനാതന ധർമ്മത്തിൻ്റെ അടിത്തറ അഥവാ ഫൗണ്ടേഷൻ സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ശാസ്ത്രീയമായ ആത്മീയതയിലാണ്. ആത്മീയതയും ശാസ്ത്രവും എല്ലാ പ്രാചീന ഹിന്ദു സാഹിത്യത്തിലും ഒരേപോലെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ശാസ്ത്രീയമായ അറിവുകൾ ജീവിതത്തിലെ സമസ്യകൾ പൂരിപ്പിക്കുവാനും, ആത്മീയമായ അറിവുകൾ തത്വചിന്താപരമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അനശ്വരത്വം നേടുവാനും യജുർവേദത്തിൻ്റെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഓർമ്മിക്കുക, ഏതൊരു ആചാരത്തിലും അതിൽ ആത്മീയതയുടെ ഒരു ഘടകമുണ്ടാകും. ആത്മീയതയില്ലാതെ സനാതന ധർമ്മമില്ല. സനാതന ധർമ്മത്തിൽ എന്തുണ്ടോ അതിൽ എല്ലാം ആത്മീയതയും ഉണ്ട്. സാധാരണമായി പലരും ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയതയെ മതം ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഹിന്ദു ധർമ്മത്തിൽ ആത്മീയത തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ മതം എന്നൊരു ചോദ്യം തന്നെ ഉയരുന്നില്ല. കാരണം ഹിന്ദു ധർമ്മം ഒരു വ്യക്തിയാലോ അതല്ലെങ്കിൽ ഒരു പ്രവാചകനാലോ അതുമല്ലെങ്കിൽ ഒരു അവതാരത്തിനാലോ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഒരു ഹിന്ദുവിൻ്റെ സാധാരണ ജീവിതത്തിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗമാണ് ഈ ആത്മീയത. എങ്ങനെയാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത്? ആചാരങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ആർജിക്കുന്ന അതിൻ്റെ മെറിറ്റ്സിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പിന്തുടരേണ്ട ഒന്നാണ്. ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കുന്ന ഒരാളെയോ നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കാതെ യുക്തിഭദ്രമായി അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാളെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. മനുഷ്യവംശത്തിൻ്റെ നന്മയ്ക്കായി ആണ് ഈ ആചാര പദ്ധതികളെല്ലാം. അത് തന്നെ ആയിരിക്കണം ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാവരുടെയും പ്രധാന ലക്ഷ്യവും ഫോക്കസും എല്ലാം. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. സ്മൃതിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. എന്താണ് അർത്ഥം? ഒരാൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആചാര്യനിൽ നിന്ന്, അതായത് അധ്യാപകനിൽ നിന്ന് അറിവിൻ്റെ കാൽഭാഗമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നൊരു കാൽഭാഗം സ്വയം അപഗ്രഥിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. മറ്റൊരു ഭാഗം മറ്റുള്ളവരുമായുള്ള ചർച്ചകളിലൂടെയും, ബാക്കി കാൽഭാഗം ജീവിതാനുഭവങ്ങളിലൂടെ, കൂട്ടിച്ചേർക്കലുകളും കുറയ്ക്കലുകളും തിരുത്തലുകളും, പോരാത്തതിന് അറിയുന്ന ആചാരങ്ങളുടെ പരിഷ്കരണങ്ങളും പുതിയവ കണ്ടെത്തുന്നതിലൂടെയുമാണ് സാധ്യമാകുന്നത്. ഇങ്ങനെയാണ് ഒരാൾ പഠിക്കുന്നത്. ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് ആചാരങ്ങളെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും ദീർഘായുസ്സിനുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. ആചാരങ്ങൾ സമൃദ്ധിക്കും സമ്പത്തിനുമായുള്ള പദ്ധതികളാണ്. ആചാരങ്ങൾ ശക്തമായ കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഉണ്ടാക്കുവാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ്.
ആചാരങ്ങൾ പിന്തുടരുമ്പോൾ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകുന്നു. അയാളുടെ ധാർമ്മിക ചിന്തയും വീക്ഷണവും കാഴ്ചപ്പാടുമെല്ലാം ഉയരുന്നു. ഈ വീഡിയോ നമ്മൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പുതിയതായി നമുക്ക് കാണേണ്ടത്, അറിയേണ്ടത്, അത് അടുത്ത വീഡിയോയിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിവ് പകരുന്ന സനാതനധർമ്മത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ അടുത്തതിൽ പറയാൻ പോവുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.